പ്രമുഖ മൂവി ഒരു എക്സ്പെരിമെൻ്റൽ മൂവി എന്ന നിലയിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്ന നിലക്കൊക്കെ ഗംഭീര കളക്ഷൻ തന്നെയാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിക്കൊണ്ടിരിക്കുന്നത്. 10ാം ദിവസത്തിലൂടെ ഈ ഒരു ചിത്രം കടന്നു പോകുമ്പോൾ ചിത്രത്തിൻ്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. 9ാം ദിവസമായ ഇന്നലെ കേരളത്തിൽ നിന്നും മാത്രമായിട്ട് ഈ ഒരു ചിത്രം നേടിയിരിക്കുന്നത് 1 കോടിക്കടുത്താണ്. അങ്ങനെ ഈ ഒരു ചിത്രത്തിൻ്റെ ആകെ 9 ദിവസത്തെ കേരള കളക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 18 കോടിയിൽ എത്തി നിൽക്കുന്നു. മികച്ച എൻ്റർടൈനർ സിനിമകൾ തിയേറ്ററിൽ തുടരുകയാണ്. മഞ്ഞുമ്മൽ ബോയ്സ്, അതോടൊപ്പം പ്രേമലു എന്നീ സിനിമകളോടൊപ്പം കട്ടക്ക് ബോക്സ് ഓഫീസിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് ബ്രഹ്മയുഗം എന്ന ചിത്രം. ഇനി നമുക്ക് ഈ ചിത്രത്തിൻ്റെ ആകെ വേൾഡ് വൈഡ് ടോട്ടൽ കളക്ഷനിലേക്ക് വരാം. 9 ദിവസം കൊണ്ട് ഈ ഒരു ചിത്രം നേടിയിരിക്കുന്നത് 46 കോടിയോളം രൂപയാണ്. ഈ ഒരു ചിത്രം 50 CR ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 10ാം ദിവസമായ ഇന്നത്തെയും 11ാം ദിവസമായ നാളത്തെയും വേൾഡ് വൈഡ് കളക്ഷൻ ചേർക്കുന്ന സമയത്ത് ഈ ഒരു ചിത്രത്തിൻ്റെ ടോട്ടൽ കളക്ഷൻ 50 CRൻ്റെ മുകളിലെത്തും. ഇന്ത്യൻ സിനിമ ചരിത്രത്തിൽ തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് തന്നെയാണ് ബ്രഹ്മയുഗം എന്ന ചിത്രം എത്താൻ വേണ്ടി പോകുന്നത്. പലരും ചിത്രങ്ങൾ ചെയ്തിട്ട് തിയേറ്ററിൽ ആളെത്താതെ വരുമ്പോൾ മെഗാസ്റ്റാറിൻ്റെ പരീക്ഷണ ചിത്രങ്ങൾ കാണാൻ എന്നും തിയേറ്ററിൽ ആളെത്തുന്നു. മമ്മൂക്കയുടെ പരീക്ഷണ ചിത്രങ്ങൾ 100 കോടിയും 150 കോടിയും ഒന്നും തിയേറ്ററിൽ നിന്ന് നേടുന്നില്ലെങ്കിലും ഒരു പ്രത്യേക ഓഡിയൻസ്, ഒരു വിഭാഗം ഓഡിയൻസ് മമ്മൂക്ക സിനിമകൾ കാണാൻ തിയേറ്ററിൽ എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ മമ്മൂക്കയുടെ പരീക്ഷണ ചിത്രങ്ങൾക്ക് ഒരു മിനിമം ഓഡിയൻസും ഒരു മിനിമം ഗ്യാരണ്ടിയും അതോടൊപ്പം ഒരു മിനിമം കളക്ഷനും ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുക്കുമെന്നുള്ള കോൺഫിഡൻസ് സംവിധായകനും പ്രൊഡ്യൂസർക്കുമുണ്ട്. അതുകൊണ്ടാണ് മമ്മൂക്കയെ വെച്ചിട്ട് അനവധി പരീക്ഷണ ചിത്രങ്ങൾ മലയാളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതൊരു പരീക്ഷണ ക്യാരക്ടറും അഭിനയത്തിൻ്റെ പീക്ക് ലെവലിലേക്ക് എത്തിക്കാൻ മമ്മൂക്ക മാക്സിമം എഫേർട്ട് ഇടാനും തയ്യാറാണ്. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ്.